റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മലയാളം പോലീസ് ത്രില്ലറായിട്ടുള്ള ഉയിർ ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ സിനിമയുടെ സ്റ്റോറി ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഒരു യഥാർത്ഥ പോലീസുകാരനാണ്. ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പടത്തിന്റെ ഏതാണ്ട് അവസാനത്തെ അരമണിക്കൂറിലാണ് വരുന്നത്. ആരെയോ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നായകന്റെ യാത്ര പല സ്ഥലങ്ങളിലും ഇമോഷണൽ ആയിട്ട് കണക്ട് ആകുന്നുണ്ട്. എന്നാൽ ആ ഭാഗം വരെ എത്തിക്കിട്ടാൻ സിനിമ വളഞ്ഞ വഴിക്കാണ് പോകുന്നത്. സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോൾ അവർ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ക്രൈം സ്റ്റോറിയിൽ അനാവശ്യമായിട്ട് ഈ സിനിമ സമയം കളഞ്ഞതായിട്ട് നമുക്ക് തോന്നും. പ്രൊബേഷൻ പീരീഡിലുള്ള SI ആയിട്ടുള്ള അജീബാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ നാട്ടിലെ ഒരു കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു നാടോടി യുവതിയുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാകും അജീബിന് ലഭിക്കുന്ന ആദ്യത്തെ കേസ്. ഒരു സാധാരണ മരണം എന്ന നിലയിൽ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്ന കേസിൽ ചില പൊരുത്തക്കേടുകൾ അജീബിന് തോന്നുകയും അതിലൊരു വ്യക്തത വരുത്താൻ അയാൾ നടത്തുന്ന അന്വേഷണങ്ങളുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഗായകനായിട്ടുള്ള നിഖിൽ K. മേനോനും ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയുടെ സഹരചയിതാവായിട്ടുള്ള ഷാജി മാറാടുമാണ് ഈ സിനിമയുടെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. ഒരു ത്രില്ലറാകാൻ വേണ്ടി അനാവശ്യമായിട്ട് സമയം കളയുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ന്യൂനത. ഈ കഥയും കൊണ്ട് ആളുകളുടെ മുന്നിൽ ചെന്നപ്പോൾ ഇമോഷണൽ എലമെന്റ് കൊണ്ട് മാത്രം പടം വർക്കാകില്ല, ത്രില്ലർ വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ മൊത്തത്തിൽ പൊളിച്ചു പണിതതുപോലെയുണ്ട് സിനിമ കാണുമ്പോൾ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ത്രില്ലറിന്റെ ആദ്യത്തെ ഒരു ലെയർ കഴിയുമ്പോൾ തന്നെ പ്രത്യേകിച്ചൊരു ആവശ്യവുമില്ലാതെ ഒരേ സാധനം ആവർത്തിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ട് എന്ത് തരത്തിലുള്ള ഇമോഷൻ ഫീൽ ചെയ്യണം എന്ന് പ്രേക്ഷകന് ക്യൂ കൊടുക്കുന്ന പത്മകുമാറിന്റെ ഡയറക്ഷൻ കൂടി ആകുമ്പോൾ അവസാനത്തേക്ക് വരുന്ന മനുഷ്യത്വ എലമെന്റിന്റെ ഉള്ള ഡെപ്ത് കൂടി പോയി കിട്ടുന്നുണ്ട്. ഇതിലെ ത്രില്ലർ ബിറ്റുകൾ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ എലമെന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആളുകൾക്ക് സിനിമ കഴിഞ്ഞാൽ വായിച്ചെടുക്കാനുള്ള കുറച്ച് ലെയറുകൾ ഉണ്ടാകുമായിരുന്നു. ഒരു കേസിനെ 3 തവണ ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ തവണ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആവർത്തന വിരസത ഫീൽ ചെയ്തു തുടങ്ങും. ഒരു പ്രധാനപ്പെട്ട കാര്യം അജീബ് മറക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് നേരത്തെ കാണാൻ പറ്റും. ഈ ഒരു സെറ്റപ്പ് അത്ര സട്ടിലായിട്ടല്ല സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർമുല സ്വഭാവം വരുന്നുണ്ട്. പോലീസുകാർക്ക് അവരുടെ തെറ്റ് മനസ്സിലാകുന്ന ഒരു മൊമെന്റ് സിനിമയിലുണ്ട്. അതിനെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് പോലെ കാണുന്നതിനേക്കാൾ ചെറുതായിട്ട് നമുക്ക് ചിരിക്കാനുള്ള ഒരു കോമഡി സീൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സിനിമയുടെ തുടക്കഭാഗങ്ങളിൽ പോലീസുകാരുടെ റുട്ടീനൊക്കെ കാണിക്കുന്ന പല സീനുകളും വെച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. മണികണ്ഠൻ അയ്യപ്പയുടെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും പത്മകുമാർ ഒരുക്കിയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂടുതൽ പഴഞ്ചനാക്കുന്നേ ഉള്ളൂ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷനുകൾ കൊടുത്തുകൊണ്ട് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു രീതി റോഷൻ മാത്യുവിനുണ്ട്. ആ ഒരു അപ്രോച്ച് അജീബ് എന്ന കഥാപാത്രത്തിലും സ്വല്പം ഗ്രേസ് കൊടുക്കാൻ പുള്ളിയെ സഹായിക്കുന്നുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള അവസാന മൊമെന്റുകളിൽ ഡയലോഗുകളേക്കാൾ എക്സ്പ്രഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന റോഷന്റെ പെർഫോമൻസ് സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആക്ടർ ബൈജു തന്റെ സ്ഥിരം ഉഴപ്പൻ ഡയലോഗ് ഡെലിവറിയുമായിട്ട് ജോയ് എന്ന കഥാപാത്രമായിട്ട് ഈ പടത്തിൽ വരുന്നുണ്ട്. പുള്ളിക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന കഥാപാത്രം ആരെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യണം. വിനോദ് സാഗറിന് പ്രാധാന്യമുള്ള ഒരു റോൾ ഈ സിനിമയിലുണ്ട്. പെർഫോമൻസിന്റെ പിച്ച് ചില സ്ഥലത്തൊക്കെ ലേശം പഴഞ്ചനാണ്. കാര്യമായ ഡയലോഗുകളൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ശ്രുതി മേനോന് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതുല്യ ചന്ദ്രയാണ് റോഷന്റെ പേരായിട്ട് ഈ പടത്തിൽ വരുന്നത്. ചില സ്ഥലത്തൊക്കെ പുള്ളിക്കാരിയുടെ ഡയലോഗ് ഡെലിവറി സ്വല്പം സ്റ്റിഫായിരുന്നു. വിനീത് തട്ടിൽ, ഡേവിഡ്, ഷാജു ശ്രീധർ മുതലായവരാണ് മറ്റ് പ്രധാനപ്പെട്ട പേരുകൾ. ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന പല പോലീസ് സ്റ്റോറികളിലും ഉള്ളതുപോലെ ഇവിടെയും നായകന് ഒരു ട്രോമാറ്റിക് പാസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറുന്നുണ്ട്. തിരക്കഥാകൃത്തുക്കൾ പോലീസ് സ്റ്റോറി എഴുതുമ്പോൾ നായകന്റെ പേഴ്സണൽ ലൈഫിലുള്ള ട്രാജഡിയെ ഒരു മോട്ടിവേഷൻ ആക്കുന്ന പരിപാടി കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറ്റിപ്പിടിക്കണം. പടത്തിന്റെ അവസാനം കാണിക്കുന്ന യഥാർത്ഥ ഫോട്ടോഗ്രാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള മർഡറും മറ്റു സംഗതികളുമെല്ലാം ത്രില്ലറാക്കാൻ വേണ്ടി അവർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഫിക്ഷണൽ കഥയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഡ്യൂട്ടി മാത്രം ചെയ്യുക എന്ന് ചിന്തിക്കാതെ കുറച്ചുകൂടി തുറന്ന മനസ്സോടെ ചിന്തിച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കഥ തീർച്ചയായിട്ടും ഹൃദയസ്പർശിയായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ആ കഥയുടെ സിനിമാറ്റിക് ലാംഗ്വേജിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ത്രില്ലറാക്കാനുള്ള കച്ചവട വിട്ടുവീഴ്ചകൾ അതിനെ ഒരു സാധാരണ കഥയാക്കി മാറ്റി. ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആ ടൈറ്റിൽ ഡിസൈൻ എന്തിനിവർ ഉപയോഗിച്ചു എന്നത് മനസ്സിലായില്ല. സനൽകുമാർ ശശിധരൻ ചോല ചോര എന്ന രീതിയിൽ ടൈറ്റിൽ ഇട്ടതുപോലെയുള്ള ആംബിഗ്വിറ്റി ഒന്നും ഈ പടത്തിന് അവകാശപ്പെടാനില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്